ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ ജീവനക്കാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ മുൻ ജീവനക്കാരി നിദ ഖാന് നാസിക് പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചു. കേസിന്റെ വിശദാംശങ്ങൾക്കപ്പുറം ഒരു സ്ത്രീയും ജയിലിനുള്ളിൽ പ്രസവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക ആഘാതം ഏറ്റുവാങ്ങരുതെന്ന മാനുഷിക പരിഗണന വെച്ചാണ് കോടതിയുടെ ചരിത്രപരമായ വിധി. ഭഗവാൻ കൃഷ്ണന്റെ ജയിൽ ജനനവുമായി ഈ സാഹചര്യത്തെ താരതമ്യം ചെയ്തായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അത്തരമൊരു അവസ്ഥ അമ്മയ്ക്കും നവജാത ശിശുവിനും ഒഴിവാക്കാനാവാത്ത മാനസിക വിഷമവും സാമൂഹിക അപമാനവും ഉണ്ടാക്കുമെന്നും കോടതി വ്യക്തമാക്കി. നാസിക്കിലെ TCS ഔട്ട്സോഴ്സിംഗ് യൂണിറ്റിലെ വനിതാ ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും മതം മാറ്റത്തിന് നിർബന്ധിക്കുകയും ചെയ്ത വലിയൊരു സംഘത്തിലെ കണ്ണിയായ നിദ ഖാൻ 2 മാസം മുൻപാണ് അറസ്റ്റിലാകുന്നത്. ജയിലിൽ കഴിയുമ്പോൾ ഇവർ 5 മാസം ഗർഭിണിയായിരുന്നു. കേസിൽ അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇവരെ ഇനി കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ജഡ്ജി നിരീക്ഷിച്ചു. അപേക്ഷകയായ നിദ 5 മാസം ഗർഭിണിയാണ്. ഭഗവാൻ കൃഷ്ണനെ പോലെ ജയിലിൽ ജന്മമെടുക്കുന്നതിന്റെ ആഘാതമോ അതുമായി ബന്ധപ്പെട്ട സാമൂഹിക അപമാനമോ ആർക്കും താങ്ങാനാവുന്നതല്ല. അത്തരം വിഷമകരമായ സാഹചര്യം ഒഴിവാക്കാനും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ക്ഷേമത്തിനും വേണ്ടി ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ദിയോലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിദ ഖാനെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ വലിയ തട്ടിപ്പ് കേസിൽപ്പെട്ട മറ്റ് 7 പ്രതികൾക്കെതിരെ 9ഓളം FIRകളിലായി നിലവിൽ വിചാരണ നടക്കുകയാണ്. തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വനിതാ സഹപ്രവർത്തകയ്ക്ക് ബുർഖയും ഇസ്ലാമിക മതഗ്രന്ഥങ്ങളും നൽകി നിദ ഖാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. ഇരയായ യുവതിയുടെ മൊബൈൽ ഫോണിൽ ഇസ്ലാം സംബന്ധിച്ച ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, അവരുടെ വീട്ടിൽ ചെന്ന് നമസ്കരിക്കാൻ പഠിപ്പിക്കുക, ഹിജാബ് ധരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുക തുടങ്ങി വലിയ രീതിയിലുള്ള മതപരിവർത്തന ശ്രമങ്ങളാണ് നിദയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ കക്ഷിയെ ബോധപൂർവം കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് നിദ ഖാന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. അവർ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു പ്രൊഫഷണലാണെന്നും ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിന് മുൻപ് TCSൽ അസോസിയേറ്റായി മികച്ച രീതിയിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ലൈംഗിക ചൂഷണത്തിലും മതമാറ്റത്തിലും ഈ വനിതയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും ഇതിന് കൃത്യമായ തെളിവുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യത്തെ ശക്തമായി എതിർത്തു. എങ്കിലും ഗർഭാവസ്ഥയും വരാനിരിക്കുന്ന കുഞ്ഞിന്റെ ഭാവിയും മുൻനിർത്തി കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ TCS ഔട്ട്സോഴ്സിംഗ് യൂണിറ്റിലെ ജീവനക്കാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ആസൂത്രിതമായി മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ നിദ ഖാന് ലഭിച്ച ജാമ്യം വലിയ നിയമ മാനുഷിക ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രതിക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിലും അവർ 5 മാസം ഗർഭിണിയാണെന്ന വസ്തുത മുൻനിർത്തിയാണ് നാസിക് പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചത്. വരാനിരിക്കുന്ന കുഞ്ഞിന് ജയിലിനുള്ളിലെ ജനനം മൂലമുണ്ടാകുന്ന സാമൂഹിക അപമാനവും മാനസിക ആഘാതവും ഒഴിവാക്കാനാണ് കോടതി ഈ ചരിത്രപരമായ മാനുഷിക പരിഗണന നൽകിയത്. പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ ശക്തമായി എതിർത്തുവെങ്കിലും പ്രതിയുടെ ഗർഭാവസ്ഥ കേസിൽ നിർണായകമായി മാറുകയായിരുന്നു.